തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളം യുഡിഎഫിന്റെ ഐതിഹാസികമായ തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ഇന്ത്യയിൽ ഏറ്റവും അധികം വിലക്കയറ്റമുള്ള സംസ്ഥാനങ്ങളിൽ 10 മാസമായി ഒന്നാം സ്ഥാനം കേരളത്തിനാണെന്നും അദ്ദേഹം പറഞ്ഞു. മുക്കത്ത് യുഡിഎഫിന്റെ പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ കേരളം യുഡിഎഫിന്റെ ഐതിഹാസിക തിരിച്ചുവരവിനായി കാത്തിരിക്കുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ പറഞ്ഞു. ജനങ്ങൾ ഈ സർക്കാരിനെ വെറുക്കുന്നു, എങ്ങനെയെങ്കിലും ഇവർ ഇറങ്ങിപ്പോയാൽ മതിയെന്ന അവസ്ഥയാണെന്നും അദ്ദേഹം പറഞ്ഞു. മുക്കത്ത് യുഡിഎഫ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ 14 ജില്ലകളിലും സഞ്ചരിച്ചപ്പോൾ എനിക്കൊരു കാര്യം ബോധ്യമായി. കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ജനാവലി യുഡിഎഫിൻ്റെ ഐതിഹാസികമായ തിരിച്ചുവരവിന് വേണ്ടി കാത്തിരിക്കുക. ആ തിരിച്ചുവരവ് തീർച്ചയായും കേരള ചരിത്രത്തിൽ മറ്റൊരു മാറ്റത്തിന് തുടക്കം കുറിക്കും. അയ്യപ്പന്റെ സ്വർണം കട്ടവരെ ജനം തെരഞ്ഞെടുപ്പിൽ കൈകാര്യം ചെയ്യും. പിണറായിയുടെ വിശ്വസ്തർ ഉൾപ്പെടെ ജയിലിലാണ്. അയ്യപ്പന്റെ സ്വർണം കട്ടവർ ഖജനാവിൽ നിന്ന് എന്തൊക്കെയെടുത്ത് എന്ന് നോക്കണമെന്നും ഖജനാവിൽ പൂച്ച പറ്റിക്കിടക്കുന്ന അവസ്ഥയാണെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. സംസ്ഥാനത്ത് ആരോഗ്യരംഗം വൻ തകർച്ചയിലാണ്. ഇന്ത്യയിലെ ഏറ്റവും അധികം വിലക്കയറ്റമുള്ള സംസ്ഥാനങ്ങളിൽ 10 മാസമായി ഒന്നാം സ്ഥാനം കേരളത്തിനാണ്. സർക്കാർ ഇടപെടാൻ പോലും തയ്യാറാവുന്നില്ലെന്ന് സതീശൻ പറഞ്ഞു. ശബരിമലയിലെ ശ്രീധർമ്മശാസ്താവിൻ്റെ ശ്രീകോവിലിൻ്റെ വാതിലും കട്ടളയും ദ്വാരപാലക ശില്പവും അടിച്ചുമാറ്റിയ മോഷ്ടാക്കളുടെ കൂടാരമാണ് CPM. നിസ്സാരക്കാരാണോ ചെയ്തത്? മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വിശ്വസ്തരായ 2 പേർ, സമുന്നതരായ CPM നേതാക്കൾ, 2 മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർ മോഷണക്കുറ്റത്തിന് ജയിലിലാണ്. ആലോചിച്ച് എന്നിട്ട് MP ഗോവിന്ദൻ പറയാണ് ഭയങ്കര തൊലിക്കെട്ടിയാണ് പുള്ളി, അവർക്കെതിരായി നടപടിയെടുക്കില്ല. എന്താ നടപടിയെടുക്കാൻ പേടിയാണ്? കാരണം നടപടിയെടുത്താൽ അവർ വേറെ CPM നേതാക്കളുടെ പേര് പറയും. സംസ്ഥാനത്ത് കർഷകരെ സഹായിക്കാൻ ആരുമില്ലാത്ത അവസ്ഥയാണ്. മനുഷ്യരെ വന്യജീവികൾക്ക് വിട്ടുകൊടുത്ത അവസ്ഥ. കേരളത്തിൽ UDF 1977 ആവർത്തിക്കുമെന്ന് സതീശൻ പറഞ്ഞു. ഇപ്പോൾ പിണറായി അമിത്ഷാ കൂട്ടുകെട്ടാണ്. SNC ലാവ്ലിൻ കേസിന് സഹായമായി കൊടകര കുഴൽപ്പണ കേസ് ഒത്തുതീർപ്പാക്കി കൊടുത്തു. കേരളത്തിലെ അവസാനത്തെ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ മാറുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. അമിത്ഷാ എവിടെ ഒപ്പുവയ്ക്കാൻ പറഞ്ഞാലും ഒപ്പുവയ്ക്കും. അതിന് അവരെന്ത് ചെയ്യും? പിണറായിക്കെതിരായിട്ടുള്ള കേസുണ്ട്, SNC ലാവ്ലിൻ കേസ്. സുപ്രീം കോടതിയിൽ 37 പ്രാവശ്യം മാറ്റിവെച്ചു. എപ്പോൾ കേസെടുത്താലും CBIയുടെ വക്കീലിന് പനി വരും. അടുത്ത മാസം കേസ് വെച്ചിട്ടുണ്ട് ജനുവരിയിൽ. ഇപ്പോൾ ഡിസംബറേ ആയിട്ടുള്ളൂ. ഞാൻ ഇപ്പോഴും പറയാണ്, അന്നും പനിയായിരിക്കും CBIയുടെ വക്കീലിന് ജനുവരിയിൽ. സഹായിക്കുക. പക്ഷെ പിണറായി വിജയനൊരു ഗുണമുണ്ട്. എന്താണെന്നല്ല, നമ്മളെ എല്ലാം കുറ്റപ്പെടുത്തി പറയാൻ പാടില്ല. ഇങ്ങോട്ട് സഹായിച്ചാൽ അങ്ങോട്ട് സഹായിക്കും. ഇപ്പോൾ SNC ലാവ്ലിൻ കേസിൽ ഇങ്ങോട്ട് സഹായിച്ചു. അപ്പം എന്ത് ചെയ്ത്? കൊടകര കുഴൽപ്പണ കേസ് വന്നു. ആ BJPയുടെ സുരേന്ദ്രനും BJPക്കാരും പ്രതികളാണ്. ആയില്ല, ഒറ്റയാളെ പിണറായി പ്രതിയാക്കിയില്ല. അതാണ്. ചടങ്ങിൽ വേണു കല്ലൂരിട്ടി അധ്യക്ഷനായി. DCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് K. പ്രവീൺകുമാർ, CK കാസിം, AM അബൂബക്കർ, M. സിറാജുദ്ദീൻ, TMA ഹമീദ്, VD ജോസഫ്, ഗഫൂർ കല്ലൂരിട്ടി, M. മധുമാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.